ദശരഥ രാമവർമ്മയുടെയും ശാന്താദേവിയുടെയും ജീവൻ എടുത്തത് നിങ്ങളല്ലായിരുന്നോ? ഇപ്പൊ അവരുടെ മക്കള്, അവരുടെ ജീവൻ എടുക്കാൻ മാത്രം നിങ്ങളെന്തിനാ മടിക്കുന്നെ? ആ ദേവനെ മാത്രം കൊന്നുകളഞ്ഞാ മതി. പിന്നെ ആ വൈദേഹിയുടെ വയറ്റിലെ കുഞ്ഞും കാണില്ല. അതുകൊണ്ടേ ഈ ഒരു കാര്യം അമ്മയും മോനും കൂടെ അങ്ങ് ചെയ്തേക്ക്. അത് വലിയ കാര്യമൊന്നുമല്ല ചന്ദ്രികെ. പക്ഷേ മറ്റാരും സംശയിക്കാൻ പാടില്ലല്ലോ. അതാ ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് പാളിയാ പോലും ഉറപ്പായും പിടിക്കപ്പെടും. എന്തായാലും നീയാണ് ഷൂട്ട് ചെയ്തതെന്ന് എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് നീ വീണ്ടും ഒന്ന് ശ്രമിക്കുന്നത് കൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. തൽക്കാലത്തേക്ക് ഇതിന്റെ പുറകിൽ ഞാനാണെന്ന് എല്ലാരും വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങളെ ആരും സംശയിക്കില്ല വരുൺ. ആ പണി നീ തന്നെ ചെയ്യുന്നതാ നല്ലത്. എന്തായാലും ജീവനോടെ തിരിച്ചു കിട്ടില്ലെന്നല്ലേ പറഞ്ഞ്? ഒരു പക്ഷേ രക്ഷപ്പെട്ടാലോ? മരണത്തിന്റെ വാതിൽക്കലെത്തിയവനെ അതിലേക്കങ്ങ് തള്ളിയിടാൻ ഒരു പാടും ഉണ്ടാവില്ല. ആ ഓക്സിജൻ മാസ്ക് അങ്ങ് എടുത്തു മാറ്റിയാ മതി. ശരി, എന്നാലാവുന്നത് ഞാനും നോക്കാം. നീ നോക്കാന്ന് പറഞ്ഞ ചെയ്തതിന് തുല്യ. കാര്യം കഴിഞ്ഞിട്ട് വിളിച്ചാ മതി. വരുണേ, എന്താടാ അവള് സ്വത്തിന്റെ ഭാഗമൊക്കെ ചോദിക്കുന്നെ? പിന്നല്ലാണ്ട് കൊലപാതകം വെറുതെ ചെയ്യോ? എന്നുവെച്ചാ ശരിക്കും പകുതി അവൾക്ക് കൊടുക്കാൻ പോവാണോ? കാര്യം നടന്നു കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ പലതും പറയും. അതെല്ലാം ചെയ്യണമെന്നില്ലല്ലോ. ആദ്യം നമ്മുടെ കാര്യം നടക്കട്ടെ. രാജപദവി കയ്യിലായി കഴിഞ്ഞാ ചന്ദ്രിക എന്ത് ചെയ്യണമെന്ന് അപ്പ തീരുമാനിക്കാം. അവള് ദേവനെ കൊല്ലാനുള്ള പ്ലാൻ എന്തിനാ നിന്റെ തലയിൽ വെക്കുന്നേ? അതിനു മുമ്പ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ന്യൂസ് പുറത്തു വരട്ടെ. ചിലപ്പോ ഒന്നും ബാക്കി വെക്കാതെ ദൈവം തന്നെ അവനെ അങ്ങ് തീർത്താലോ? മറിച്ചാണെങ്കിലല്ലേ അവനെ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടതുള്ളൂ. ഈ കാര്യം അവരോട് എങ്ങനെയാ പറയാ? എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളാലാവുന്നതൊക്കെ നമ്മൾ ശ്രമിച്ചു. ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്ക്. ശരി ഡോക്ടറെ. ആരായിരുന്നു ഫോണില്? അത് കമ്പനിയിൽ നിന്ന് വിളിച്ച് ദേവന്റെ ആരോഗ്യത്തെ പറ്റി ചോദിച്ചതാ. കുഴപ്പമൊന്നുമില്ല, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരെങ്കിലും ചോദിക്കുമ്പോ പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. പറയാം. ചില കാര്യങ്ങൾ പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും പറയാതിരിക്കാനാവില്ലല്ലോ. എന്തു പറ്റി ഡോക്ടർ? ദേവേട്ടനെ അപകടം നില തരണം ചെയ്തു പറയൂ. ഡോക്ടർ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് അവൻ മരിച്ചതുകൊണ്ടായിരിക്കും. ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി. മുറിവിന് മാത്രമേ സ്റ്റിച്ച് ഇടാൻ പറ്റിയുള്ളൂ. അകത്തിരിക്കുന്ന ബുള്ളറ്റ് എടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. എന്താ ഡോക്ടറെ പറയുന്നത്? നെഞ്ചിനകത്ത് ബുള്ളറ്റും വെച്ചോണ്ട് അവനെങ്ങനെ? ബുള്ളറ്റ് നെഞ്ചിനകത്തേക്ക് തറഞ്ഞു കയറിയിരിക്കുക. ഇപ്പൊ നമ്മളത് എടുക്കാൻ ശ്രമിച്ച ആ നിമിഷം ദേവന്റെ ജീവൻ പോവും. പിന്നെ എങ്ങനെയാ ഡോക്ടർ? ആ ബുള്ളറ്റ് എടുത്തില്ലെങ്കിലും ആപത്തൊന്നും ഇല്ലെന്നാണോ? എന്റെ മോന്റെ ജീവൻ തിരിച്ചു കിട്ടുമെന്നൊന്ന് പറ ഡോക്ടർ. ഹൃദയമിടിപ്പിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബോധം തെളിയാതെ തീർത്ത് പറയാൻ പറ്റില്ല. എന്റെ ദേവേട്ടനൊന്നും പറ്റില്ല. എന്റെ ദേവേട്ടനൊന്നും പറ്റില്ല. എനിക്ക് എന്റെ ദേവേട്ടനെ ഒന്ന് കാണണം. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യ്. വാർഡിലേക്ക് മാറ്റുമ്പോ കാണാലോ.
ഇപ്പൊ ദേവൻ ജീവനോടെ ഉണ്ടെന്നാണോ അതോ മരിച്ചെന്നാണോ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. ഒടുക്കത്തെ ഭാഗ്യമാണല്ലോ വൈദേഹിക്ക്. അത്ര പെട്ടെന്നൊന്നും അവൻ പോകും തോന്നുന്നില്ല. അതുകൊണ്ടല്ലേ പല തവണ നമ്മൾ കിടന്ന് ശ്രമിച്ചിട്ടും ദേവന്റെ ഒരു പൂട പോലും പറിക്കാൻ പറ്റാത്തത്. ഡോക്ടർ, വേറെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ ജീവൻ അപകടമില്ലാണ്ട് രക്ഷപ്പെടുവോ? എത്ര ചെലവായാലും സാരമില്ല, വേണമെങ്കിൽ ഫോറിനിലേക്കും കൊണ്ടുപോവാം. എവിടേക്ക് കൊണ്ടുപോയാലും അയാളുടെ ഹൃദയത്തിലെ ബുള്ളറ്റ് എടുക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ആ ഹൃദയമെടുപ്പ് അതോടെ നിൽക്കും. ഇപ്പോഴാ ബുള്ളറ്റ് അകത്തുണ്ടെങ്കിലും ആളെ ജീവനോട് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ബോധം തിരിച്ചു കിട്ടിയാലേ പറയാൻ പറ്റൂ. പിന്നെന്തിനാ ഇപ്പൊ ഈ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നേ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എവിടേക്ക് കൊണ്ടുപോയാലും ഇനി ആ ബുള്ളറ്റ് എടുക്കാൻ നോക്കിയാ നമ്മൾ അവനെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമല്ലേ. പിന്നെന്തിനാ വേറൊരു ഹോസ്പിറ്റൽ? ഇവിടെ തന്നെയാണെങ്കിൽ ജീവനെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കാലോ. ഇപ്പോഴും അവനെ പ്രാഗിക്കൊണ്ടിരുന്ന നീ പോലും എന്റെ മോൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതിൽ സന്തോഷമുണ്ട്. നിന്റെ നാവ് പൊന്നാവട്ടെ സുഹാസിനി. അങ്ങനെയെങ്കിൽ അവന് ജീവനോടെ തിരിച്ചു കിട്ടുമല്ലോ. ഇതുകൊണ്ടെങ്കിലും നമ്മളെ സംശയിക്കാതിരിക്കുമല്ലോ. ചുമ്മാ 4 നല്ല വാക്ക് പറഞ്ഞതേ ഉള്ളൂ. അതവന്റെ ആയുസ് നീട്ടിക്കിട്ടാൻ ഞാൻ അനുഗ്രഹിച്ച പോലെ ആയല്ലോടാ. അതവരെന്തെങ്കിലും വിചാരിക്കട്ടെ. അമ്മ ഇങ്ങനെ പറഞ്ഞെന്ന് കരുതി അവൻ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ചുമ്മാ തിരിക്കട്ടെ. പുറത്ത് പറയുന്നതിനേക്കാൾ മനസ്സിലെന്താ വിചാരിക്കുന്നെന്നുള്ളതാ കാര്യം. അവൻ ചാകണം. അവന്റെ മരണമല്ലേ മനസ്സാഗ്രഹിക്കുന്നേ. അപ്പൊ അത് നടക്കും. നടക്കണം. അല്ലെങ്കിൽ ചന്ദ്രിക പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ ഇവിടെ വച്ച് അവന്റെ ജീവൻ എടുക്കാൻ ശ്രമിക്കേണ്ടി വരും. ദേവേട്ട, നോക്ക് ദേവേട്ട, സംസാരിക്ക ദേവേട്ട. എന്നെയും കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല എന്ന് പറഞ്ഞ ആളല്ലേ. എന്നെ നോക്ക് ദേവേട്ട, എന്നോടൊരു വാക്ക് സംസാരിക്ക ദേവേട്ട. പേഷ്യന്റിനെ ഐസിയുലേക്ക് കൊണ്ടുപോവാ. നിക്ക് സിസ്റ്ററെ, ഇനി ജീവനോടെ കിട്ടുമെന്ന് ആർക്കറിയാം. ഞങ്ങൾക്ക് ഇനി കാണാൻ പറ്റുമോ എന്തോ. അവസാനായിട്ടൊന്ന് ശരിക്ക് കണ്ടോട്ടെ. ചെറിയമ്മേ, എന്തായി പറയുന്നേ? എന്താ അജയ് ഇങ്ങനെ? ജീവനോടെ കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ജീവനോടെ ഉള്ളപ്പോ അടുത്തിരിക്കാണ്ട് ശവമാകുമ്പോ അടുത്തിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ചെറുമേ, ഇനി എന്റെ ദേവേട്ടനെ കുറിച്ച് അനാവശ്യമായിട്ട് ഒരു വാക്ക് പറഞ്ഞോ. എന്റെ ദേവേട്ടനൊന്നും പറ്റില്ല. ഞാൻ അതിന് അനുവദിക്കില്ല. ഞാൻ ദേവേട്ടന്റെ കൂടെ ഇരുന്നോളാം. മാഡം ഐസിയുലേക്ക് കൊണ്ടുപോകണം. ട്രീറ്റ്മെന്റ് തുടങ്ങാൻ സമയമായി. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരും. എന്റെ ദേവേട്ടനൊപ്പം ഞാനും അവിടെ തന്നെ നിന്നോളാം. പേഷ്യന്റിനെ അല്ലാതെ മറ്റാരെയും ഐസിയുവിൽ അനുവദിക്കാറില്ല. അവളും കൂടി നിന്നോട്ടെ ഡോക്ടർ. നിങ്ങളുടെ ചികിത്സയേക്കാൾ കൂടുതൽ അവളുടെ സാമീപ്യമാണ് അവനാവശ്യം. അവര് തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ആഴമേറിയതാണ്. ഇങ്ങനെ സ്നേഹിക്കുന്ന ദമ്പതിമാരെ അകറ്റാൻ മരണത്തിന് പോലും സാധിക്കില്ല. ദയവ് ചെയ്ത് അവളെ കൂടി നിർത്തണം. സിസ്റ്റർ, എന്നാ പിന്നെ സ്പെഷ്യൽ റൂം അറേഞ്ച് ചെയ്തു. ശരി ഡോക്ടർ. ദേവേട്ട, ഇവളെന്താ പുരാണത്തിലെ വല്ല കഥാപാത്രമാണോ? മരണത്തെ വരെ പിടിച്ചു നിർത്താൻ. ആദ്യം എന്നെ തടയട്ടെ, എന്നിട്ട് പറയാം അവൾ ആരാണെന്ന്. വൈദേഹി അവന്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് അവിടെ എത്താനും അവനെ കൊല്ലാനും കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇന്നിപ്പം ഞാനാണ് അമ്മ അവന്റെ കാലൻ.
ദേവന്റെ കഥ തീർന്നു എന്ന് കരുതിയതാ. ഒടുക്കത്തെ ആയുസാണല്ലോ അവന്. നെഞ്ചിനകത്ത ബുള്ളറ്റ് കയറിയത്. ഇനി അവന്റെ ആയുസ് തീർന്നില്ലെങ്കിൽ അതെന്തൊരു ഹൃദയമാടാ. എന്ത് ചെയ്യാനാ, നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാ മതി. എങ്ങനെയെങ്കിലും അവനെ കൊന്നു കളയണോ അമ്മേ. മരണത്തിലായാലും ഒന്നിച്ചേ പോവുള്ളൂ എന്ന് പറഞ്ഞ് ദേവന്റെ കയ്യിൽ മുറുകെ പിടിച്ചോണ്ട് അവിടെ തന്നെ ഇരിക്കല്ലേ ആ വൈദേഹി. ഇനിയിപ്പൊ ദേവനെ കൊല്ലാൻ നമ്മൾ എന്താടാ ചെയ്യണ്ടേ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഒരു നിമിഷം മതി, അവൾ ഒന്ന് മാറിയാ കാര്യം നിഷ്പ്രയാസം നടത്തിയെടുക്കാം. പക്ഷെ അത് നടക്കണ്ടേ, അവൾ അവിടെ തന്നെ ഇരിക്കുകയല്ലേ. എന്നാലും വിടാൻ പാടില്ല, എന്തെങ്കിലും വഴി കണ്ടെത്തണം. ഇതിനേക്കാളും നല്ലൊരവസരം ഇനി ഉണ്ടായിന്ന് വരില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സാധാരണഗതിയിലാണെങ്കിൽ ദേവനെതിരായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഇപ്പോഴാണെങ്കിലോ വലുതായിട്ടൊന്നും ചെയ്യാൻ വേണ്ട. ആ ICUലോട്ടൊന്ന് കയറി ആ ഓക്സിജൻ മാസ്ക് ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി. ആരും കഴിഞ്ഞു. എന്ത് ചെയ്യണമെങ്കിലും അതിന്ന് തന്നെ ചെയ്യണം അമ്മേ. അതെങ്ങനെയാടാ? 9 മണി കഴിഞ്ഞ വലിയ ഡോക്ടേഴ്സ് ആരും ഉണ്ടാവാറില്ല. ഡ്യൂട്ടി ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടാവൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്യൂട്ടി ഡോക്ടറോട് പറഞ്ഞാൽ മതി. നിക്ക്, ഞാൻ വിളിക്കാം. ദേവനെ കൊല്ലാനുള്ള മാർഗം കിട്ടിപ്പോയമ്മേ. എങ്ങനാടാ? 9 മണി കഴിഞ്ഞ ഡ്യൂട്ടി ഡോക്ടർ എത്തും. അയാള് തന്നെ ദേവന്റെ കാര്യം നോക്കിക്കോളും. അതിന് ഡോക്ടർ എങ്ങനെയാടാ ദേവനെ കൊല്ലുക? ഡോക്ടറെ മാനേജ് ചെയ്യാനുള്ള പ്ലാനാണോ? ഒരുപക്ഷെ ആ ഡോക്ടർ നമ്മൾ പറഞ്ഞതനുസരിക്കാതെ നമ്മൾ പറഞ്ഞ കാര്യം പുറത്തു പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളിവിടെ ഡോക്ടറിനെ മാനേജ് ചെയ്യുന്നേ ഇല്ല. ഡോക്ടറുടെ വേഷത്തിൽ ഞാൻ തന്നെ അകത്തു പോകും. നീ എങ്ങനെ ഡോക്ടർ ആവാനാ? അതെങ്ങനെ നടക്കൂടാ? ജീവൻ രക്ഷപ്പെടുത്താനാ ശരിക്കുള്ള ഡോക്ടർ. ജീവൻ എടുക്കാൻ വേണ്ടല്ലോ. നമ്മളെ പോലുള്ളവരെ ദൈവം ഇതിനല്ലേ സൃഷ്ടിച്ചിരിക്കുന്നേ. ഡോക്ടറുടെ വേഷത്തിൽ അകത്ത് കടന്ന് ആ ദേവന്റെ കഥ ഇന്നത്തോടെ ഞാൻ തീർക്കും. ദേവേട്ടാ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാനും നമ്മുടെ കുഞ്ഞുവാവേയും ദേവേട്ടന്റെ അടുത്ത് തന്നെയുണ്ട്. നമ്മുടെ കുഞ്ഞുവാവയോട് ദേവേട്ടന് സംസാരിക്കാൻ തോന്നുന്നില്ലേ? ആരുടെ കണ്ണ് കിട്ടിയതാണോ എന്തോ, അത് നമ്മളെ കണ്ടുമുട്ടിയത് കാലക്കേട് പിടിച്ച സമയത്താണോ എന്തോ. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും അവസ്ഥകളും എല്ലാം ഇപ്പോഴും നമ്മളെ തമ്മിൽ അകറ്റാൻ മാത്രമാണല്ലോ ശ്രമിക്കുന്നത്. ഇത്രയും നാള് നടന്ന ചതികളെല്ലാം മറികടന്ന് ഇതുവരെ നമ്മൾ ഒന്നിച്ചു ജീവിച്ചു. ഒടുവിലിതാ ആ ശാപത്തിന് പോലും നമ്മൾ അകറ്റാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ 3 പേരുടെയും ജീവൻ ഒന്നാവുമ്പോ ഞങ്ങളെ തനിച്ചാക്കിയിട്ട് ദേവേട്ടന് ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ നിന്ന് അങ്ങനെ പോവാൻ പറ്റുമോ ദേവേട്ട? ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ദേവേട്ടനും ഉണ്ടാവണം. ദേവേട്ടനും ഉണ്ടാവും, അത്ര തന്നെ. ഡോക്ടർ വരൂ ഡോക്ടർ. എന്റെ ദേവേട്ടന് എപ്പോഴാ ബോധം തെളിയ? അറിയൂ ഡോക്ടർ, എപ്പോഴാ ദേവേട്ടൻ എന്നോട് മിണ്ട? ഒരു മിനിറ്റ്. എന്റെ ദേവേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. ഞാൻ ഡോക്ടറെ കാല് പിടിക്കാം. നിങ്ങളുടെ വിഷമം കാണുമ്പോ എനിക്കും നല്ല സങ്കടമുണ്ട്. പക്ഷെ ഇനി ഞങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല. ഞങ്ങളിപ്പോ തരുന്ന മരുന്ന് പോലും ആരോഗ്യം കൂടുതൽ വഷളാകാതിരിക്കാൻ വേണ്ടിയാ. അങ്ങനെ പറയരുത് ഡോക്ടർ, പ്ലീസ്. എന്റെ ദേവേട്ടന് ഭേദാവൊന്ന് പറ ഡോക്ടർ, പ്ലീസ്. അതിന് നിങ്ങളുടെ കയ്യിൽ മാത്രം ഉള്ളത്. അതെ, ഹൃദയത്തിലേക്ക് തുളച്ചേറിയ ബുള്ളറ്റുമായിട്ട് ഇത്രയും നേരം ജീവിച്ചിരുന്നതന്നെ വലിയ കാര്യം. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്നേഹബന്ധമായിരിക്കും ഇദ്ദേഹത്തിന്റെ ജീവൻ ഇപ്പോഴും നിലനിർത്തുന്നത്. ഡോക്ടറാണെങ്കിലും പറയാതിരിക്കാൻ കഴിയുന്നില്ല. സിസ്റ്റർ, ഇനി എപ്പോഴും ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്? ഇഞ്ചക്ഷൻ അല്ല ഡോക്ടർ, 6 മണിക്കൂറിലൊരിക്കൽ സെഡൈൻ കൊടുക്കണം. അല്ല, 4 മണിക്കൂറിലൊരിക്കൽ കൊടുക്കാനല്ലേ പറഞ്ഞത്? നേഴ്സിനേക്കാളും നല്ല ഓർമ്മ നിങ്ങൾക്കുണ്ടല്ലോ. ഇതാണ് ഭർത്താവിനോടുള്ള ഭാര്യയുടെ സ്നേഹം. പേഷ്യന്റിന്റെ കാര്യത്തിൽ നമ്മൾ ഉത്തരവാദിത്വം കാണിക്കണ്ടേ? സോറി മാഡം. എന്നാ ശരി, കാലത്ത് വന്ന് നോക്കാം. നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കാം.
ഇവിടെ ഇത്രയും പേരുള്ളപ്പോ വരുണിന് വല്ലതും ചെയ്യാൻ പറ്റൂ? അകത്തിരിക്കുന്നവളെ തന്നെ പുകയ്ക്കാൻ പാടാ. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരെ എങ്ങനെ ഇവിടെ നിന്നൊന്ന് മാറ്റുക? കൗസല്യേച്ചി, ഇന്ദുമേ, എന്താ സുഹാസിനി? ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്നിങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ദൈവത്തിന് അലിവ് തോന്നിയാലേ എന്തെങ്കിലും ഒരു അതിശയം നടക്കും. എല്ലാവരും ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? കാലത്ത് തൊട്ട് എല്ലാവരും ഈ ഇരിപ്പല്ലേ. മോളെ വസുമതി, വീട്ടിലേക്ക് പോകാം. വാ, അമ്മയെ വിളിച്ചോണ്ട് പോര്. വാ അമ്മേ, പോകാം. നമ്മളിവിടെ നിൽക്കുന്നിടത്തോളം ആശുപത്രിക്കാർക്ക് ബുദ്ധിമുട്ടാ. നമുക്കിവിടെ ചെയ്യാനോ ഒന്നുമില്ലല്ലോ. ഇവിടെ ദേവന്റെ തൊട്ടടുത്ത് തന്നെ വൈദേഹി ഉണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും വന്നേ. ആരും ഒരിറ്റ് വെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ. എല്ലാവരും തളർന്ന അവശരായി. ഊർമിളെ, നേരം വെളുത്തപ്പോ പോന്നതല്ലേ, നീയും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എന്താ ഊർമിള ഇത്? വേണ്ട ചെറിയമ്മ, ഇതൊന്നും വലിയ കാര്യമല്ല. ദേവൻ രക്ഷപ്പെട്ടാലേ മനസമാധാനം കിട്ടൂ. അതെനിക്കും അറിയാം. പക്ഷെ നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? ഇവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കിക്കേ. എല്ലാവരും ആകെ വയ്യാണ്ടായിരിക്കാം മോളെ. നിങ്ങളുടെ ആരോഗ്യം കൂടി. സുഹാസിനി, ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ എന്താ? അകത്ത് എന്റെ മോൻ കിടക്കണ കണ്ടില്ലേ? അവൻ അങ്ങനെ കിടക്കുമ്പോ എന്റെ തൊണ്ടയിൽ എന്തിറങ്ങും? ഞാൻ ജീവിച്ചിരുന്നിട്ട് തന്നെ എന്ത് കാര്യം? ശരിയാ അമ്മ. അമ്മ പറയുന്നത് പോലെ നമുക്കെല്ലാവർക്കും വേണമെങ്കിൽ വീട്ടിൽ പോകാവുന്നതേ ഉള്ളൂ. നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് ദേവൻ ചേട്ടന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ നമ്മളിവിടെ നിന്നാ വൈദേഹി ചേച്ചിക്ക് നമ്മളുണ്ടല്ലോ എന്നൊരു ധൈര്യമെങ്കിലും കിട്ടും. ശരിയാ സുഹാസിനി, എന്റെ മനസ്സിലുള്ളത് തന്നെയാ വസുമതി പറഞ്ഞത്. നമുക്കിവിടെ തന്നെ നിൽക്കാം. എനിക്ക് നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ കരുതലുണ്ടായിട്ടൊന്നുമല്ല. സാരമില്ല, ഞാനെന്ത് പറയാനാ? ഇവിടെ തന്നെ നിക്കാം. എനിക്കൊരു കുഴപ്പമില്ല. എത്ര നാള് വേണമെങ്കിലും നിന്നോ. പക്ഷെ വരുണിനെ എങ്ങനെയെങ്കിലും അകത്ത് കയറ്റണം. എടാ വരുണേ, എങ്ങനെ അകത്ത് കിടക്കാന്നുള്ളത് ഇനി നിന്നെ രക്ഷിക്കാൻ ആരും വരില്ലടാ. ഈ ഇഞ്ചക്ഷനോട് കൂടി നീ അങ്ങ് മേലോട്ട് പോയിക്കോ. നീ അവന്റെ കൈയും മുറുകെ പിടിച്ച് അവിടെ ഇരുന്നോ. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇനി വിടാൻ ഭാവമില്ലെങ്കിൽ അവന്റെ കൈയും പിടിച്ച് നീയും അവന്റെ കൂടെ പരലോകത്തേക്ക് പോയിക്കോ. പേഷ്യന്റിനെ ചെക്ക് ചെയ്യണം. ഒന്ന് പുറത്തിറങ്ങി നിന്നോളൂ. ഞാൻ പോവില്ല. വലിയ ഡോക്ടർ ഇവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ശരി, നിങ്ങളുടെ ഇഷ്ടം. പോവണ്ട, ഇവിടെ തന്നെ നിന്നോ. നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇവനെ മേലോട്ട് അയച്ചേക്കാം. ഞാൻ ഡോക്ടറാണെന്ന് നീ വിശ്വസിക്കുന്നിടത്തോളം ഞാൻ എന്ത് ചെയ്താലും നീ ഒന്നും അറിയാൻ പോകുന്നില്ല. എന്താ നിങ്ങളീ കാണിക്കുന്നേ? ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ടാ പോയത്. ഇഞ്ചക്ഷനോ? എന്ത് ഇഞ്ചക്ഷനാ ഇത്? 4 മണിക്കൂറിലൊരിക്കൽ സലൈൻ മാറ്റാനേ പറഞ്ഞു.